പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ദൈവത്തിൻ്റെ വചനം ഉള്ളിലെ മുറിവിനെ ഉണക്കുന്ന, ഉള്ളിലെ മുറിവിനെ സൗഖ്യമാക്കുന്ന ഒരു വചനമായി തീരട്ടെ, ആശ്വാസമായി തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അനേക ജീവിതങ്ങൾ ഈ ദിവസങ്ങളിൽ, അനേക സങ്കടങ്ങളിലുള്ളവർ, വേദനയുള്ളവരൊക്കെ വിളിക്കുമ്പോൾ ഇന്നത്തെ മെസ്സേജ് അവരുടെ മുറിവുകളെ ഉണക്കുന്നതായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ ജീവിതം പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല. അനുദിന ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ടെന്നാൽ അവിടെയെല്ലാം നാം പരാജയപ്പെട്ടു പോകും എന്ന് ചിന്തിക്കരുത്. ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയത്തിൽ കർത്താവ് ഇറങ്ങി വരും, കർത്താവ് ഇടപെടും. നിത്യവും നമ്മൾ നടന്നു പോകുന്ന വഴികൾ, നമുക്ക് പരിചയമുള്ള വഴികൾ തന്നെ നമുക്ക് ചിലപ്പം ആ വഴി നല്ലപോലെ പരിചയമുണ്ടെങ്കിലും അറിയാമെങ്കിലും ആ വഴിയിൽ നമ്മൾ പലപ്പോഴും തകർന്നു പോകാറുണ്ട്, വീണു പോകാറുണ്ട്. പലയിടങ്ങളിൽ നമ്മൾ അവമാനിക്കപ്പെട്ടെന്ന് വരാം. എപ്പോഴും നമ്മുടെ മുൻപിൽ ജയം മാത്രമാണെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വരുന്ന പ്രശ്നത്തെ നേരിടാൻ നമുക്ക് കഴിയണമെന്നില്ല. പരാജയപ്പെടാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. പരാജയപ്പെടുത്താനും നമ്മുടെ മുൻപിലും പുറകിലും ഒത്തിരി കാരണങ്ങളുണ്ട്. പരാജയപ്പെടുത്തുന്ന, നമ്മുടെ വീഴ്ച കാത്തിരിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ മുൻപിലുണ്ട്. അത് ചിലപ്പോൾ നാം സ്നേഹിക്കുന്നവരായിരിക്കാം, നമ്മുടെ കുടുംബത്തിലുള്ളവരായിരിക്കാം, നമ്മുടെ ബന്ധുമിത്രാദികളായിരിക്കാം, നമ്മുടെ നാട്ടുകാരായിരിക്കാം, നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരായിരിക്കാം. എന്നാൽ 55 സങ്കീർത്തനത്തിൽ ഇനിയൊരു വാക്യം പറയുന്നത്, എന്നോട് കയർത്ത് നിൽക്കുന്നവർ അനേകരാ. ഒരാളാണെങ്കിൽ നമുക്കറിയാം ആരാണെന്നും എവിടെ നിന്നാണെന്നും. അതുമാത്രമല്ല 56 സങ്കീർത്തനത്തിൽ വീണ്ടും പറയുന്നു, എൻ്റെ കാലടികൾക്ക് അവർ വല വിരിച്ചിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. ഇവിടെ പിശാച് ദോഷം ചെയ്തെന്നല്ല പറയുന്നേ. ആര് നമുക്കെതിരെ നിന്നാലും നമ്മൾ പകരം വീട്ടണ്ട, നശിക്കപ്പെടും എന്ന് പറയണ്ട. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ദോഷം ചെയ്തവർക്കെതിരെ ദോഷം ചെയ്യാൻ പാടില്ല. 36 വർഷം പൗലോസ് സഭയോടും ജനത്തോടും കൂടിയാ നിന്നത്. 2 തിമോത്തിയോസിന്റെ 4:14 പറയുന്നു, ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. 16 ഒന്നാം പ്രതിപാദത്തിൽ 16 വാക്യം പറഞ്ഞു, എൻ്റെ ഒന്നാം പ്രതിപാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. പൗലോസ് പറഞ്ഞു കൊടുക്കുക, എതിരുണ്ട്, സൂക്ഷിക്കണം. മരണ ശിക്ഷ കൊണ്ട് നടക്കുമ്പോൾ നീറോ ചക്രവർത്തി തൻ്റെ തല വെട്ടാൻ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുമ്പോൾ അവർക്ക് സൈഡ് പറയാൻ റോമയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, വാദിക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും ഒറ്റപ്പെടുത്തി. ആരും വാദിക്കാൻ നിന്നില്ല, ആരും സൈഡ് പറയാൻ നിന്നില്ല. എന്നാൽ ആരും വന്നില്ല, തനിക്കെതിരെ സംസാരിക്കാൻ റോമിൻ്റെ അകത്ത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ പൗലോസ് പറയാൻ ആരും എനിക്ക് തുണ നിന്നില്ല. നിന്നെ നീ ഒറ്റയ്ക്ക് നിർത്തുന്നതും പലരും നിനക്കെതിരാകുന്നു എന്തിനാണെന്നറിയാമോ? പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ദൈവം നിന്നെ നടത്താനാ. കർത്താവ് തിരഞ്ഞെടുക്കുന്നവനെ കുറിച്ച് 91 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ അവൻ വളരും, ഒരു പുതിയ എണ്ണ എന്നെയും നിന്നെയും തേപ്പിക്കും. എന്നാൽ ദുഷ്ടൻ നമ്മൾ ആരും വെള്ളമൊഴിച്ച് കൊടുക്കണ്ട, വിത്തിടണ്ട, സമയത്തിന് വളം ഒന്നും ഇടണ്ട, അത് തന്നെ വളർന്നുകൊണ്ടിരിക്കും. ദുഷ്ടൻ പുല്ല് പോലെയാ, നീതിമാൻ എന്ന അങ്ങനെയല്ല, അത് തഴയ്ക്കും, വളരും. അതുകൊണ്ട് നമ്മൾ ദുഷ്ടനെ പേടിക്കണ്ട. പൗലോസ് പറയാ, എൻ്റെ ഒന്നാം പ്രതിപാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എന്ന കർത്താവ് എനിക്ക് തുണ നിന്നു. എൻ്റെ തുണ കർത്താവാ. ആരും നമുക്ക് വേണ്ടി വാദിക്കാനില്ലായിരിക്കാം, നമുക്ക് വേണ്ടി ന്യായം പറയാൻ ആരും കാണത്തില്ലായിരിക്കാം. നമ്മുടെ തകർച്ചയിൽ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും പേടിക്കണ്ട. മനുഷ്യൻ നമ്മോട് ഒന്നും ചെയ്യാൻ കഴിയില്ല. എതിര് നമ്മളറിയാതെ വരുന്നതാ. യേശു ജനിച്ചപ്പോൾ പിറന്നു വീണു ആ കുഞ്ഞിനെന്തോ അറിയാം, പക്ഷേ ഹെരോദാവ് എതിരായി നിന്നു. വാക്തത്വമുള്ള നിന്റെ ജീവിതത്തിന് എതിരുണ്ടാകും. ജീവിതത്തിൽ എതിര് കൂടി വരണം. എന്നാലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എതിര് എവിടെ നിന്നെല്ലാം വരണം, എന്നാലേ നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരുവാൻ കഴിയത്തുള്ളൂ. നമുക്ക് വേണ്ടി തുണ നിൽക്കുമെന്ന് കരുതുന്നവർ ഒക്കെ മാറി നിൽക്കട്ടെ. ആര് മാറി നിന്നാലും പ്രശ്നമില്ല, കർത്താവ് എനിക്ക് തുണ നിൽക്കും. പൗലോസ് പറയുക തൻ്റെ ലേഖനത്തിൽ, എനിക്ക് വാതിൽ തുറന്നിരിക്കുന്നു, വലിയതും വിശാലതുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, അത് വലിയതാ, അത് സബലമാ. കർത്താവ് നിന്റെ തുണയാണെങ്കിൽ നീ പേടിക്കണ്ട. നിന്റെ ഒഴിച്ചുകൾ കർത്താവ് അറിയുന്നുണ്ട്. ദൈവം നിനക്ക് അനുകൂലമാ. റോമാലേഖനം 8:31 പറയുന്നു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഞാൻ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കും. അതുകൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകത്തില്ല, അതുകൊണ്ട് ഞാൻ തകർന്നു പോകത്തില്ല. ലോകത്തിൽ പലരും തകർന്നിരിക്കുമ്പോൾ ഈ
വേദപുസ്തകം കറുത്ത പൈൻറ്റിട്ട വേദപുസ്തകം എടുത്തവരാരും തകർന്നു പോകത്തില്ല. ഞാൻ ഭയപ്പെടത്തില്ല. എന്താണെന്നറിയാമോ? ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. ആ ദൈവം എനിക്ക് ആലോചന പറഞ്ഞു തരുന്നവനാ. ആ ദൈവം എനിക്ക് ദൃഷ്ടി വെച്ച് എന്നെ ഉപദേശിക്കുന്നവനും ആലോചന പറഞ്ഞു തരുന്നവനും എന്നെ നോക്കുന്നവനും കൂടാ. ഒരു ജഡത്തിനും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആര് നമ്മുടെ അടുക്കാതെ വണ്ണം നമ്മുടെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം. ഈ കർത്താവ് നമുക്ക് സമാധാനം തരുന്നവനാ, സന്തോഷം തരുന്നവനാ, ആശ്വാസം തരുന്നവനാ. അതുകൊണ്ട് ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ഈ വചനം നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ.